ചരിത്രപ്രസിദ്ധമായ പഴയ ആലുവ മൂന്നാർ PWD റോഡ് വനം വകുപ്പിന്റെ കയ്യേറ്റത്തിൽ നിന്നും മോചിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം PWD ഓഫീസിന് മുന്നിൽ വമ്പിച്ച ജനകീയ ധർണ. കോതമംഗലം മുനിസിപ്പൽ കൌൺസിൽ, കീരമ്പാറ, കുട്ടമ്പുഴ, മാങ്കുളം ഗ്രാമപഞ്ചായത്തുകൾ, റോഡ് ആക്ഷൻ കൌൺസിൽ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് ധർണ സംഘടിപ്പിച്ചത്. രാജപാത ആക്ഷൻ കൌൺസിലിന്റെ ഭാരവാഹികൾ നടത്തിയിരിക്കുന്ന നിയമപോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് റോഡ് പൂർണ്ണമായും PWDയുടേതാണെന്നും വനം വകുപ്പിന് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഈ റോഡിലില്ല എന്നുള്ളതിന്റെ അനേക രേഖകൾ നമ്മുടെ കയ്യിൽ കിട്ടുകയും അതെല്ലാം നമ്മളെ ബഹുമാനപ്പെട്ട കോടതികളുടെ മുമ്പാകെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും PWD ഡിപ്പാർട്ട്മെന്റുകാർക്കും ഒക്കെ തീർച്ചയായിട്ടും കൊടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും PWD ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ അവസരത്തിൽ ആക്ഷൻ കൗൺസിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, വനം വകുപ്പ് ഭരിക്കുന്ന IFS മാഫിയകളുടെ കയ്യിലാണോ PWD വകുപ്പ് എന്നുള്ള ഒരു ആരോപണം ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് വനം വകുപ്പും PWD ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഡീലുകളില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും അനുകൂലമായിട്ടും വനം വകുപ്പിനോട് PWD രേഖയാണ്, PWD റോഡാണ്, ഇവിടെ നിന്ന് മാറിത്തരണമെന്ന് ചോദിക്കാനുള്ള ഒരു ആർജവത്വം നമ്മുടെ ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ PWD ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകാതിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഡീലുകൾ PWDയും വനം വകുപ്പും തമ്മിലുണ്ടോ? അതോ കേരളവും കേന്ദ്രവും ഭരിക്കുന്ന സർക്കാരുകൾ വനം വകുപ്പും മാഫിയയെ പേടിച്ചുകൊണ്ടാണോ ഈ നാട്ടിൽ ഭരണം നടത്തുന്നത് എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വനം വകുപ്പിനോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം വനം വകുപ്പ് എവിടെയെല്ലാം വനം വകുപ്പുണ്ടോ അവിടെയെല്ലാം ജനദ്രോഹ നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. എവിടെയൊക്കെ ജനങ്ങളുടെ മേല് കയ്യേറ്റം നടത്താനായിട്ട് കഴിയുന്നുണ്ടോ, എവിടെയെല്ലാം ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ആ ഇടങ്ങളിൽ മാത്രം ആ രീതിയിൽ മാത്രമാണ് വനം വകുപ്പ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും വനം വകുപ്പിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നീതിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തന്നെയല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന സർവവൃത്തികേടിനും ഓശാന പാടുന്ന യാതൊരു വിലയും അന്തസ്സും നട്ടലില്ലാത്ത ഒരു വനം മന്ത്രി നമുക്കുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്, വന്യമൃഗങ്ങളല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ, മൃഗങ്ങളുടെ മന്ത്രിയെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ സമരം ഒന്ന് ഉപയോഗിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ജനപ്രതിനിധികള് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പെരുമാറുക, ജനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 1878 തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് വെസ്റ്റേൺ ഔട്ട്ലെറ്റ് കോതമംഗലം മൂന്നാർ ഹൈറേഞ്ച് റോഡ്. തട്ടേക്കാട് മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 325.98 ഏക്കർ ഭൂമി റോഡ് നിർമ്മാണത്തിനായി വനം വകുപ്പിൽ നിന്ന് വിട്ടു നൽകിയതായി 1919 ഗസറ്റ് വിജ്ഞാപനങ്ങളും ഉത്തരവുകളും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 2009 കേരള സർക്കാർ ഈ റോഡിനെ മേജർ ഡിസ്ട്രിക്ട് റോഡായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 26 കിലോമീറ്റർ ഭാഗം വനംവകുപ്പ് അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ എക്സ്പെർട്ട് കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ ഈ പാത ഇപ്പോഴും ഗതാഗത യോഗ്യമാണെന്നും PWDയുടെ ഉടമസ്ഥതയിലാണെന്നും തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ പാത തുറന്നു കിട്ടിയാൽ മാങ്കുളം, കുട്ടമ്പുഴ, കീരമ്പാറ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് എളുപ്പവഴിയാകും. ഇടമലക്കുടി ഉൾപ്പെടെയുള്ള 65ഓളം ട്രൈബൽ സെറ്റിൽമെന്റുകളിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ലഭിക്കും. അതോടൊപ്പം ഹൈറേഞ്ച് മേഖലയുടെ വിനോദസഞ്ചാര സാമ്പത്തിക വികസനത്തിന് വഴി തുറക്കും. മന്ത്രിസഭ തീരുമാനപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി വനം വകുപ്പിന് കത്ത് നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ നിലവിലുള്ളൂ എന്നും അധികൃതരുടെ മെല്ലെപ്പോക്കിനെതിരെയാണ് സമരമെന്നും സംഘാടകർ അറിയിച്ചു. നൂറ്റാണ്ടുകളായി മനുഷ്യര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിലായിട്ട് ഈ പ്രദേശത്ത് വസിക്കുന്ന ആദിവാസികളും പട്ടികജാതി പട്ടികവർഗക്കാരും സാധാരണ ജനങ്ങളും ഈ റോഡ് അവരുടെ ജീവിതത്തിന് അത്യാവശ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലപ്പോഴായിട്ട് ഭരണാധികാരികളെ സമീപിച്ചെങ്കിലും അവര് ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴി തുറന്നു തരാതിരിക്കുവാനായിട്ട് പലവിധ ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. മാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം 10,000-ഓളം ആളുകൾ വസിക്കുന്നതിൽ 12 ആദിവാസി കുടികള്, അവിടെ നിന്നുള്ള ഏതാണ്ട് 3,000-ഓളം ആളുകള് അവർക്കൊരു ആശുപത്രിയിൽ പോകണമെങ്കിൽ, അവർക്കൊരു മെഡിക്കൽ ചെക്കപ്പിന് പോകണമെങ്കിൽ വളരെയേറെ ദൂരം യാത്ര ചെയ്ത് സഞ്ചരിക്കുവാനായിട്ട് കഴിയുള്ളൂ. വന്യമൃഗത്തിന്റെ പേരിൽ മനുഷ്യരുടെ അവകാശങ്ങൾ
നിഷ്കരണം തട്ടിതെറിപ്പിക്കുന്ന ഇതിനു വേണ്ടിയിട്ട് ഞങ്ങള് സമരം ചെയ്യും. ഈ റോഡ് ഞങ്ങൾക്ക് തുറന്നു തന്നേ പറ്റൂ. അതാരാണെങ്കിലും ഞങ്ങളത് കാലക്രമത്തിൽ മേടിച്ചെടുത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ധരണയിൽ എംപിമാർ, MLAമാർ, വിവിധ മതസമുദായ നേതാക്കൾ, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കൾ, ആദിവാസി മൂപ്പന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ റീന ജോഷി, മേരി കുര്യാക്കോസ്, സാജു ജോസ്, ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ഷാജി പയ്യാനിക്കൽ, ഡാമി പോൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഓൾഡ് ആലുവ മൂന്നാർ രാജപാത ആക്ഷൻ കൗൺസിലിന്റെയും കുട്ടമ്പുഴ, കീരമ്പാറ, മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളുടെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ റാലിയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ റാലി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല. റോഡ് തുറന്നു കിട്ടണം. അതായത് എല്ലാ രേഖകളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് PWD ഡിപ്പാർട്ട്മെന്റ് റോഡാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ റോഡ് തുറന്നു കിട്ടുക എന്നുള്ളതാണ്. അത് വാങ്ങിയെടുക്കുന്ന സമയം വരെ തീർച്ചയായും വളരെ ശക്തമായിട്ട് ആക്ഷൻ കൗൺസിൽ മുമ്പോട്ട് കൂടെ ഉണ്ടാവും. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ നാട് മുഴുവൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന സമയമാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടെ മുൻപോട്ട് പോകാനായിട്ട് ആക്ഷൻ കൗൺസിലും ഇവിടെയുള്ള ജനങ്ങളും തയ്യാറാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. രാജപാത തുറന്നു കിട്ടുന്നതോടുകൂടി കോതമംഗലത്ത് അല്ലെങ്കിൽ കേരളത്തിന് തന്നെ കിട്ടുന്ന ഗുണങ്ങൾ രാജപാത എന്ന് പറയുക കേരളത്തിന്റെ ഒരു പൈതൃക പാതയാണ്. അതായത് എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇത് മറന്നു കളയുന്നത് നമ്മുടെ ചരിത്രത്തോട് ചെയ്യുന്ന വലിയൊരു നീതികേടാണ്. അതായത് മൂന്നാറിലെ തേയിലക്കൃഷിക്കൊക്കെ കാരണമായിട്ട് മാറിയ ഈ രാജപാതയിലൂടെയാണ് കാലഘട്ടത്തിലെ ചരക്ക് നീക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള കയറ്റിറക്കങ്ങളോ കൊടിയ വളവുകളോ ഒന്നുമില്ലാത്ത ഈ വഴിയിലൂടെയുള്ള യാത്ര സുരക്ഷിതമാണ്, സുഗമമാണ്. ടൂറിസം തലത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ മലയോര മേഖലയിൽ വലിയൊരു വികസന കുതിപ്പുണ്ടാകും. കോതമംഗലത്തും കുട്ടമ്പുഴയിലും കീരമ്പാറയിലും ആനക്കുളത്തും മാങ്കുളത്തും മൂന്നാറിലും ഒക്കെയുള്ള ആ ടൂറിസത്തിന്റെ ആ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തീർച്ചയായിട്ടും ഇത് കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ നാടിന്റെ തന്നെ മുഖച്ഛായ മാറുന്നതിന് തീർച്ചയായിട്ടും ഇത് കാരണമാകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.